Good morning, viewers. Welcome to my channel. സോ ഇന്നലെ ഈ US ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ റേറ്റ് കട്ടിൻ്റെ ഡിസിഷൻ ഓൾറെഡി ഞാൻ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞു. അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ വാട്ട് വിൽ എ US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇറ്റ്സ് മീൻ ടു യു. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു? എനിക്കും നിങ്ങൾക്കും ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താ, അമേരിക്കയിലൊരു US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനെ കൊണ്ട് എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, അതാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത് മാർക്കറ്റിൽ എല്ലാവരും US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ന് പറയുന്ന ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് എന്താ ഗുണമുള്ളത്? US സെൻട്രൽ ബാങ്ക് ഈ 4 കൊല്ലത്തിന് ശേഷമാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത്. ഇതുവരെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ, ഇത് അമേരിക്കയിൽ ഈ മോഡ്ഗേജ് എടുത്ത കൂട്ടുണ്ട്. കുറേ ആൾക്കാർ വീട് പണയം വെച്ചിട്ടും അല്ലെങ്കിൽ വീട് മോഡ്ഗേജിൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കുട്ടികളൊക്കെ അധികം മോഡ്ഗേജിലല്ലേ വീട് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനൊരു സർട്ടൻ ഇൻട്രസ്റ്റുകൾ ബാങ്കിൽ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ജീവിക്കുന്ന അമേരിക്കയിൽ കുറേ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് ജീവിക്കുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡ് അടക്കാണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് കൂടി അതിൻ്റെ മുകളിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി കൂടിക്കിടക്കുക. അതുപോലെ കുറേ ആൾക്കാർ പൈസ ബാങ്കിൽ സാലറി കിട്ടുന്ന കൂട്ട് സേവിങ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോൺ എടുത്തതിന് പൈസ കുറക്കാൻ പറ്റും. സ്റ്റുഡൻറ്റ് ലോണിന് ഇൻട്രസ്റ്റ് കുറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അടക്കണ്ട്, തിരിച്ചിട്ട് ക്രെഡിറ്റ് കാർഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് തിരിച്ച് കുറച്ച് അടക്കണ്ടു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെറിയ സാലറി കിട്ടി സ്മോൾ സേവിങ് ചെയ്ത് കൂട്ടർ അവരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കുറയും പൈസ കിട്ടുന്നത്. സോ ഇന്നലത്തെ റേറ്റ് പ്രകാരം ഫെഡറൽ റിസർവ് ബാങ്ക് എത്ര കുറച്ചെന്ന് വെച്ചാൽ 4.75 to 5% റേഞ്ചിലാണ് അവർ ഈ ലെൻഡിങ് റേറ്റ് വെച്ചിട്ടുള്ളത്. കാരണം ഹാഫ് എ പെർസെൻറ്റേജ് പോയിന്റ് എന്നാണ് പറയുന്നത്. സോ അത് നല്ലൊരു റിഡക്ഷനാണ് സെൻട്രൽ ബാങ്ക് ചെയ്തിട്ടുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം വെച്ചാൽ നല്ലൊരു റേറ്റ് കട്ടാണ് ആ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലുള്ള റേറ്റ് കട്ടാണ് ഈ സെൻട്രൽ ബാങ്ക് കൊടുത്തിട്ടുള്ളതാണ് അവർ പറയുന്നത് കേൾക്കുന്നത്. സോ നമ്മളിപ്പം ഈ കാർ ലോൺ എടുക്കുന്നത്, നിങ്ങൾ കാർ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഡെപ്റ്റ് എടുക്കുന്നത്, അതൊക്കെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ്. സോ ഫെഡിൻ്റെ ലെൻഡിങ് റേറ്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ചാർജസ് ബാങ്ക് ടു ബോറോ. ഇപ്പോൾ നമ്മുടെ ബാങ്കൊക്കെ നിങ്ങൾക്ക് ലോൺ എങ്ങനെയാണ് തരുന്നതെന്ന് വെച്ചാൽ, സെൻട്രൽ ബാങ്കിൻ്റെ അടുക്കൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് നിങ്ങൾ പോയി ഒരു ലോൺ തരണമെന്ന് വെച്ചു, ഒരു കാറിൻ്റെ ലോൺ തരുന്ന ഒരു 50 ലക്ഷം റുപ്യേൻ്റെ ലോൺ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, ഈ ബാങ്കിന് എവിടെ നിന്നായി ഈ പൈസ അവർ ഡിപ്പോസിറ്റ് എടുക്കുന്നത് കളക്ട് ചെയ്യുന്ന പൈസയുണ്ട്. പിന്നെ അവർ മെയിൻലി ചെയ്യുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ അടുക്കുന്നത് പൈസ ബോറോ ചെയ്യുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റാണ് അവർ ഗവൺമെൻറ് കുറക്കുന്നത്. ആ സെൻട്രൽ റിസർവ് ബാങ്ക് മറ്റുള്ള ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. അത് ആസ് പെർ നമുക്ക് അറിയാലോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോൺ എടുക്കുന്നതും മോർട്ട്ഗേജ് എടുക്കുന്നതും ഡെപ്റ്റ് എടുക്കുന്നതും അൺപെയ്ഡ് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഒക്കെയുള്ള കൂട്ടർക്ക് ഇത് വലിയൊരു ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ റേറ്റ് എന്ന് വെച്ചാൽ ഈ 5.3% കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അവിടെയുള്ള റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 5.3% ആ റേഞ്ച് 6% റേഞ്ചിൽ ഇങ്ങനെ അത്ര ഹയസ്റ്റ് ആയിരുന്നു. അത്ര 6% ഇൻട്രസ്റ്റിലാണ് അവർ ബോറോ ചെയ്തിട്ടുണ്ട് മണി. പക്ഷേ ഈ ഒരു കാലത്ത് അമേരിക്കയിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് 0 ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചില ഗൾഫ് കൺട്രീസിൽ അബുദാബിയിലൊക്കെ എന്ന് വെച്ചാൽ ഈ ലെൻഡിങ് റേറ്റ് 0 ആയിരുന്നു. ഇൻട്രസ്റ്റ് വാങ്ങിക്കില്ലായിരുന്നു. അവർ ഒരു ലോൺ പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീ എടുക്കുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് 0 ആയിരുന്നു അവിടെയൊക്കെ. ഇപ്പം എനിക്കറിയില്ല. പക്ഷെ അമേരിക്കയിൽ ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയിരുന്നു. അതുകൊണ്ട് വെച്ചാൽ എല്ലാ ആൾക്കാരും ബോറോ ചെയ്ത് മണി ചെയ്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. കാരണം പല ആൾക്കാർക്കും ബിസിനസ്സിൽ വലിയ ബോറോസിന് പൈസ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ സേവേഴ്സിനും അത് മണി സേവ് ചെയ്യുന്ന കൂട്ടർക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയില്ല. ബാങ്കിൽ ഒരു കാലത്ത് ആരും പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ബാങ്കിൽ കിട്ടാറില്ല. പണ്ട് കാലത്ത് ഗവൺമെൻറ് ഗൾഫിലൊക്കെ ആൾക്കാർ എന്തുകൊണ്ട് അവിടെ FD ഇടുന്നില്ല എന്ന് വെച്ചാൽ, കാരണം അവിടെ ഇൻട്രസ്റ്റ് റേറ്റേ ഇല്ല. കാരണം വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റുള്ളൂ.
സോ ഇപ്പോൾ മോർഗേജ് റേറ്റ് ഇപ്പോൾ ഓൾറെഡി അമേരിക്കയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ഈ മൂവിൻ്റെ ആൻറ്റിസിപ്പേഷനോട് കൂട്ടിയിട്ട് കുറച്ച് മാസം മുന്നേ ഇവർ മോർഗേജ് റേറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് ഗ്ലോബലി ഇമ്പാക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ അമേരിക്കൻസിന് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന മാത്രമല്ല, ലോകത്തിലുള്ള ചില കൺട്രികളൊക്കെ ഇത് ഗുണം ചെയ്യും. കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് ഈ സെൻട്രൽ ബാങ്ക് കറൻസി പല രാജ്യത്തെ കറൻസിയായിട്ട് ടൈപ്പാണ്. നിങ്ങളാലോചിച്ച് നോക്കൂ, ഈ ഡോളർ പിന്നെ ഹോങ്കോങ്ങിലെ കറൻസി ആയിട്ട് ടൈപ്പാണ്. നമ്മളെ GCCയിലെ ദർഹംസും ഇങ്ങനെയുള്ള എല്ലാ GCC കൺട്രീസും ഡോളറായിട്ട് ടൈപ്പാണ്. സോ ഇപ്പോൾ GCC കൺട്രീസിലെ കറൻസിയിലും കുറച്ച് മാറ്റങ്ങളുണ്ടാവും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് അവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അവിടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് കുറേ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ട് അടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ പല കൂട്ടരും അവിടെ ലോൺ എടുത്തിട്ട് പിന്നെ അടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവർക്കൊക്കെ കുറച്ചൊരു റിലീഫ് കൊടുക്കുന്നതാണ് തോന്നുന്നു. പിന്നെ ഇതെങ്ങനെ പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധം, ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഈ പൈസക്ക് ഇൻട്രസ്റ്റ് കിട്ടാത്ത, ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കാത്ത സമയത്ത് ജനങ്ങൾ എന്താ ചെയ്യുക, പൈസയിൽ കൂട്ടുന്നത് ചെയ്യും, അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് സംഗതിയിലുള്ള ഈ പൈസ വേറെ, അവർക്ക് പൈസക്ക് ഇൻട്രസ്റ്റ് വേണമല്ലോ, അപ്പോൾ അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ഈ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നു അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ലിസ്റ്റ് ചെയ്ത കമ്പനീസ് എന്താ ചെയ്യുക വെച്ചാൽ, ദേ ബോറോ ഡെപ്റ്റ് ഫോർ ലെസ് മണി ആൻഡ് റീഇൻവെസ്റ്റ് ടു മേക്ക് ദി ബിസിനസ് മോർ പ്രോഫിറ്റബിൾ. രണ്ടാമതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നുണ്ട്, ഈ സേവിങ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നുണ്ട്. ഈ മണി ഇൻവെസ്റ്റ്മെന്റ് സേവിങ് അക്കൗണ്ട്സ് ലെസ് അട്രാക്റ്റീവ് ആയിരിക്കും ബാങ്കിന്. സോ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുക വെച്ചാൽ ദേ ടെൻ ടു മൂവ് ദർ മണി ടു ദ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും, എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സും മുകളിലേക്ക് പോകും. പക്ഷേ ബാങ്കിൽ പൈസ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അതിലെ സംഭവിക്കുന്ന ആൾ. നമ്മുടെ നാട്ടിലിപ്പം കഴിഞ്ഞ ആഴ്ച ഈ ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും ഇതൊക്കെ എന്ന് വെച്ചാൽ ബാങ്കിൽ ഇപ്പം ഡിപ്പോസിറ്റ്സുകൾ വളരെ കുറയുന്നു. എല്ലാവരും ഈ സിപ്പ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ബാങ്കിൽ, അതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂട്ടണമെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കേട്ടു. സോ ഇതെന്ത്, വൈ ഡിഡ് ദ ഫെഡ് റേറ്റ് കട്ട്? ഇയാൾ എന്തിനാണ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച്, ഈ ജെറോമി എന്തിനാണ് ഇത് കുറക്കേണ്ട ആവശ്യം? ഇത് കാരണം വെച്ചാൽ ഈ ഓൾറെഡി മറ്റുള്ള കൺട്രികൾ ഇപ്പോൾ യൂറോപ്പ്, UK, ന്യൂസിലാൻഡ്, കാനഡ ഇതൊക്കെ ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ അടുത്താണ് കുറഞ്ഞത്. സോ ഇത് രണ്ട് കാരണമാണ് ഇയാൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാനുള്ളത്. ഒന്ന് ഇൻഫ്ലേഷൻ, രണ്ട് അൺഎംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷനുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം ഒരു കാലത്ത് അമേരിക്കയിൽ 2022 ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ അത്രയും പണപ്പെരുപ്പം. കാരണം അവിടെ നിന്ന് നോട്ട് പ്രിന്റിങ്ങും കൊറോണയായിട്ട് ആ സമയത്ത് ഇവർ ഈ നോട്ട് പ്രിന്റിങ്ങും ഇഷ്ടം പോലെ ചെയ്തില്ല. അത്രയോ കണക്കിന് നോട്ട് പ്രിന്റിങ്, അമേരിക്കക്ക് അത്രയും ഡെപ്റ്റ് ഉണ്ട്. സോ നോട്ട് പ്രിന്റിങ് ആയിട്ട് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരുന്നു. ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും, അപ്പോൾ അത് ഇൻഫ്ലേഷനെ സ്റ്റെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ അത് ഈ ഇൻഫ്ലേഷൻ കൂടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ആൾക്കാർ സ്പെൻഡിങ്ങും കുറയും. അതിൻ്റെ ഒരു ബാഡ് ഇഫക്റ്റ് അതാണ്. സ്പെൻഡിങ്ങും കുറയുന്ന സമയത്ത് കൺസപ്ഷൻ കുറയും. ഇങ്ങനെയുള്ള നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതുപോലുള്ള ഈ കമ്പനീസ് ഒന്നും മാനുഫാക്ചർ ചെയ്താൽ വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. കാറുകൾ ഇത്ര വലിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത് ആരാ കാറ് വാങ്ങിക്കാൻ? ഇന്ത്യയിൽ നോക്കി 20%, 15% കൊടുത്ത ആൾക്കാർ കാറ് വാങ്ങിക്കുന്നത്. അത്രയെല്ലാം എൻ്റെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഫൂളിഷ്നെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നാലും അമേരിക്കയിൽ ഇത്ര അധികം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്ത് ആരും കാറൊന്നും വാങ്ങിക്കില്ല. കാരണം മറ്റുള്ള കൺട്രിയിൽ ഇപ്പം GCCയിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അവിടെയെല്ലാം കാറ് വാങ്ങിക്കാൻ നിങ്ങൾ അൽഫത്തേമിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും കാറ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ വളരെ ചെറിയ നോർമൽ ഇൻട്രസ്റ്റ് അവിടെ ഉള്ളൂ. പക്ഷേ കമ്പയർ ടു ഇന്ത്യ, അതുപോലെ തന്നെ അമേരിക്കയിലും ഒരു കാലത്ത് 0 ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. സോ അതെല്ലാം കൊണ്ട് തന്നെ കൺസപ്ഷൻ വളരെ കൂടുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് കൂടുന്ന സമയത്ത് പീപ്പിൾ ടെൻ ടു സ്പെൻഡ് മോർ ആൻഡ് എക്കണോമിക് ബൂസ്റ്റ് ചെയ്യും. അത് വലിയൊരു അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ജനങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് കുറക്കുക ചെയ്യുക. അതാണ് അതിൻ്റെ വലിയൊരു പ്രശ്നം. അപ്പോൾ US എക്കണോമിയിൽ എന്താ വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് 2022 ഇൻട്രസ്റ്റ് റേറ്റ് അവർ കൂട്ടിയിരുന്നല്ലോ. അതിന് കാരണം ശേഷം കുറേ ആൾക്കാർക്ക് ജോബ് പോയി, റേറ്റ് ഹൈക്ക് വന്നതിന് ശേഷം മില്യൺസ് ഓഫ് പീപ്പിൾ ലോസ് ദർ ജോബ്സ്. സോ അൺഎംപ്ലോയ്മെൻറ്റ് US വളരെ കൂടി. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളായത്.
അപ്പോൾ ഇന്നലെ അവരെ ഡാറ്റ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഡാറ്റ കണ്ടിട്ട് അയാൾ കുറച്ചെന്ന് തോന്നുന്നു. സോ അപ്പോൾ അതെന്താ പറയുക, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒഫീഷ്യൽസ് പറയുന്നത് വെച്ചാൽ അടുത്ത അമേരിക്കൻ ഇലക്ഷനാണ് വേറൊരു കാര്യം. അമേരിക്കൻ ഇലക്ഷനിൽ ഇത് ആർക്ക് ബെനിഫിറ്റ് ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിന്? ഇവർ പറയുന്നത് വെച്ചാൽ ഡെമോക്രാറ്റിന് ബെനിഫിറ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഈ അറിയാലോ അടുത്ത നവംബറിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അത് ഡെമോക്രാറ്റിന് ബെനിഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ജെറമി പവൽ പറഞ്ഞിട്ട് ഇത് ഞാൻ ഓൺലി ഫോക്കസ് ഓൺ എക്കണോമിക് ഡാറ്റ നോട്ട് ഓൺ പൊളിറ്റിക്സ് ആൻഡ് ഈ മൂവ് ചെയ്യുന്ന പൊളിറ്റിക്സ് ബേസ് അല്ല എന്ന് പറയും. സോ ഇതൊരു സർപ്രൈസ് ആണോ മാർക്കറ്റിൽ എന്ന് ചോദിച്ചാൽ ഇത് മാർക്കറ്റിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ്. മാർക്കറ്റ് ഒരു ഇത്ര വലിയൊരു റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. സോ ഇപ്പോൾ ഇനി ഫെഡ് എല്ലാവരും വിചാരിച്ചത് 0.25% കട്ട് ചെയ്യാൻ വിചാരിച്ചത്, പക്ഷേ അങ്ങനെയല്ല മാർക്കറ്റിൽ സംഭവിച്ചത്. എനിവേ അതെന്താ ഇനിയിപ്പോൾ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലും ഇതിന് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ നമ്മളെ ഈടെയുള്ള റേറ്റും കുറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് എന്താ പറയുക, ഇതിൻ്റെ ഒരു അടുത്ത നമ്മളെ ഇന്ത്യയിലാണ് കൊടുക്കേണ്ടത് റേറ്റ്, കാരണം ഇന്ത്യയിൽ റേറ്റ് കുറച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വലിയ മൂന്ന് മാർക്കറ്റ് വലിയ അനക്കൊന്നും ഞാൻ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നില്ല. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഹൈലാണ് ചെയ്യുന്നത്, 24, 25, 436 പക്ഷെ എനിക്ക് ഇന്ന് ഒരു ട്രേഡ് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ബാങ്കിങ് സെക്ടറിൽ ഐ ആം നോട്ട് ബുള്ളിഷ്. കാരണം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറക്കുന്ന സമയത്ത് നമ്മളെ ഈ HDFC ബാങ്ക്, PSU സെക്ടർ ബാങ്ക്സ് ഇതെല്ലാം കുറച്ച് കറക്റ്റ് ചെയ്യാൻ നടക്കുന്നു. അതുകൊണ്ട് HDFC ബാങ്ക് ഞാൻ ഇന്നലെ സെല്ല് പറഞ്ഞാണ്. HDFC ബാങ്ക് ഓൾമോസ്റ്റ് 1700 രൂപ, 1712 സെല്ല് തന്നെ വരണം അവിടെ. കാരണം വെച്ചാൽ അത് HDFC ബാങ്കൊന്നും ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന എനിക്ക് തോന്നില്ല, കാരണം ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. പക്ഷേ അതേസമയത്ത് ഞാൻ ബുള്ളിഷ് ഇൻ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയിലെ ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസേവ്, ശ്രീറാം ഫൈനാൻസ്, ചോള ഫൈനാൻസ്, ഇതൊക്കെ കമ്പനികൾ ഐ ആം ബുള്ളിഷ്. കാരണം വെച്ചാൽ ഈ NBFCക്ക് RBIന്റെ റെഗുലേഷനിൽ അത്ര ഇൻട്രസ്റ്റ് കുറക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഈ മറ്റുള്ള ബാങ്ക്സൊക്കെ ഇൻട്രസ്റ്റ് കുറക്കും. അതുകൊണ്ട് ഞാൻ കാണുന്നത് മിക്ക ബാങ്ക്സ് ഒരു സെൽ തന്നെയാണ് എൻ്റെ വ്യൂ ഇപ്പോഴും. HDFC ബാങ്കും ഇന്ന് എൻ്റെ വ്യൂ സെൽ തന്നെയാണ്. ഇന്നലെ അത് 1700 വരെ ടച്ച് ചെയ്യുന്നു ഫ്യൂച്ചർ പ്രൈസിൽ. ഇന്ന് ചിലപ്പം അതിൻ്റെ എന്താ പറയുക, ഇന്ന് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് അത് ഇറ്റ് മേ ഗോ ഒരു 10 രൂപ അധികമായിട്ടും പോകുമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം 1712, 1716 റേഞ്ചിലൊക്കെ അത് സെല്ലാണ് HDFC ബാങ്ക് എനിക്ക് തോന്നുന്നത്. So anyway, thank you very much for viewing my channel. Kindly do subscribe my channel and I will update you. Market ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, ഇന്ന് ഇറ്റ്സ് എ വെരി ഏർലി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നിൽ തന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും എൻ്റെ ഇന്നത്തെ വ്യൂവിൽ വിചാരിക്കുന്നു. സോ ഹാവ് എ നൈസ് ഡേ.